ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞങ്ങൾക്കിന്ന് പെരിന്തൽമണ്ണ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോരാൻ സമയമായി. ആ സമയമായപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നമുക്ക് ട്രെയിനിൽ പോകാം. ഞാൻ എന്തായാലും ട്രെയിനിൽ കയറിയിട്ടില്ല. അപ്പോൾ അവർ വഴി ഞാൻ ട്രെയിനിൽ കയറാൻ പോകാൻ കേട്ടോ. നമ്മൾ അങ്ങാടിപ്പുറത്തുനിന്ന് നിലമ്പൂർ കയറാൻ പോണത്. ഏകദേശം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. ഇവിടേക്ക് ഗട്ടറാണ് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഷെയ്ക്ക് ആവണത്. ട്രെയിൻ വരാനായിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് സമയം നമ്മുടെ മുന്നിൽ ബാക്കിയില്ല. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പോയി ടിക്കറ്റ് എടുത്ത് അവിടെ സെറ്റ് ആകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓടുകയാണ് കേട്ടോ. ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടോ, കാരണം ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് ട്രെയിനിൽ കയറാൻ പോകുന്നത്. പല പ്രാവശ്യം പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും, അതൊക്കെ ക്യാൻസൽ ആവാറാണ് പതിവ്. ഗൈസ്, അങ്ങനെ ഓടി ഓടി നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 മിനിറ്റോളം ഏകദേശം ബാക്കിയുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അതിനും എന്തോ തമാശ പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും നല്ല ചിരിയായിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്, അവരൊക്കെ ഒരുപാട് പ്രാവശ്യം കയറിയതാണ് കേട്ടോ. ഏകദേശം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കട്ടോ. ടൈം തീരെ ഇല്ല, ജസ്റ്റ് 3 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇതാ ജുബി അതിന് ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ജുബി ഓടാണേ. ഇനി നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തതിൻ്റെ ശേഷം കാണാം കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടില്ല, ടിക്കറ്റ് കൗണ്ടറാണേ. നമ്മൾ ട്രെയിൻ ഇതാ വന്നോണ്ടിരിക്കാണ് കേട്ടോ. എക്സൈറ്റ്മെന്റ്. നമ്മൾ ഓടിയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ആ സമയത്ത് ട്രെയിൻ കിട്ടിയത്. ഏകദേശം ട്രെയിൻ ഇവിടെ പുറപ്പാടാണ്. അപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. സീറ്റ് ഒഴിഞ്ഞത് കിട്ടും വേണം, അപ്പം അതിന് വേണ്ടിയിട്ട് ഓടുകയാണ്. പിന്നെ അയിനൂനായാലും ജുബിക്കായാലും നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ ട്രെയിനിൽ പോയിട്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലുണ്ട്, എനിക്കും നല്ല ധൈര്യമായി. അതിന് ഒഴിവില്ല സീറ്റൊക്കെ കണ്ടുപിടിച്ച് നല്ല കമ്പാർട്ട്മെൻറ്റൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടിട്ടോ. നമ്മുടെ സീറ്റിൽ ഞാൻ ജുബി, അയ്യു, പിന്നെ 2 സ്റ്റുഡൻസും, പിന്നെ ഇവിടെ നിലമ്പൂരിലെ DFO ഓഫീസറും ആണ് കേട്ടോ നമ്മുടെ കൂടെ. അങ്ങനെ എന്താ പറയുക, സ്വതന്ത്രമായ ഒരു ട്രെയിൻ യാത്ര. അങ്ങനെ ഞങ്ങൾ കുറേ സെൽഫി കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ സീറ്റിലായാലും വലിയ തിരക്ക് കാര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സുന്ദരമായ ഒരു യാത്ര ആയിരുന്നു. പിന്നെ നമ്മൾ ഫോട്ടോസ് റീൽസൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ അയിനൂനെ കാണാമല്ലോ കേട്ടോ. അപ്പോൾ തിരഞ്ഞു നോക്കുമ്പോൾ അവിടെ ഉണ്ടിട്ടോ, അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്രൻ്റെ ഇടയിൽ ഇതാ നല്ല പച്ചപ്പാടങ്ങൾ കാണും കേട്ടോ. നെൽപ്പാടങ്ങളാണെന്ന് തോന്നുന്നത്. അങ്ങനെ സ്ഥലമൊന്നും എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഓരോ യാത്രകൾ നമുക്ക് ഓരോ അനുഭവങ്ങളായിരിക്കും അല്ലേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അയിനുവിൻ്റെ സെഷനാണ്. അവൾക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനൊക്കെ തുടങ്ങുന്നത്. അയിനുവിന് ജുബിനൊക്കെ ഞാൻ കണ്ടുമുട്ടിയിട്ട് ഏകദേശം 6 മാസത്തോളമൊക്കെ ആവുന്നുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരെൻ്റെ എത്രയോ ഒരു 10-15 വർഷം മുമ്പുള്ള ഫ്രണ്ട്സുകളെ മാതിരിക്ക് ആയി മാറിയിട്ടോ. കാരണം തന്ന മൊമെൻറ്റുകളൊക്കെ നല്ല നല്ല മറക്കാൻ പറ്റാത്ത മൊമെൻ്റാണ് കേട്ടോ. മേലാറ്റൂർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 2 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ അതിനും ഇറങ്ങും. പിന്നെ ഞാൻ ജുബി ഉണ്ടാവും. ഗൈസ്, അതിൻ്റെ ഇടയിൽ ഇതാ പെട്ടെന്ന് പുക വന്നിട്ടോ. നിറയെ പുകയാണോ പൊടിയാണോ എന്താണെന്നൊന്നും അറിയാത്തൊരു കോലാണ്. എല്ലാവരും കണ്ണും മൂക്കൊക്കെ പൊത്തി. ആ ചെക്കൻ ഡോറൊക്കെ അടച്ചോക്കൊണ്ട് കേട്ടോ. എന്നിട്ടൊന്നും ഇത് നിൽക്കില്ല, ഓവറായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായത്, കാരണം ഫോണിൻ്റെ സ്ക്രീനിമേലൊക്കെ പൊടി നിറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇത് പൊടിയാണെന്ന്. അപ്പം ട്രെയിനിൻ്റെ പാളം ഗ്രിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പാറപ്പൊടി ഇട്ടതാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല പാറ വരുന്നുണ്ട് ഉള്ളിലേക്ക്. താഴെയൊക്കെ ഉണ്ടാവും ഗ്ലിറ്റർ, ആകെ ഗ്ലിറ്റർ ഇട്ട മാതിരിയാണ് അവസ്ഥ. നമ്മളെ ഡ്രസ്സിലും ബാഗിലും സീറ്റിലും ആകെ ഗ്ലിറ്റർ ഇട്ട അവസ്ഥയിലാണുള്ളത്. അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഇനിയിപ്പോൾ നമ്മൾ 3 പേര് പിന്നെ DFO ഓഫീസറുണ്ട് കൂടെ. ജുബിൻ്റെ വീടിൻ്റെ അടുത്താണ് അദ്ദേഹം. അപ്പോൾ ജുബി അയാളായിട്ട് പരിചയപ്പെടാണേ. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സാറാണ് കേട്ടോ. നമുക്ക് കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തന്നു. നമ്മളെപ്പോലെ തന്നെ 2 പെൺമക്കളാണ് അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ആ സാറ് നമ്മുടെ ചാനലൊക്കെ ചെക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ നമുക്ക് സബ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ആ 3:10 കോട്ടയം ട്രെയിൻ ഉണ്ടല്ലേ. അതിനൊരു ബൈ ബൈ പറയൂ. ബൈ ബൈ. കൊടുത്തില്ലേ?
മറ്റേ വണ്ടൂർ വഴി ചില പരിചയമില്ലാത്തോണ്ടേ ഇതൊക്കെ നല്ല അതിനോ അങ്ങാടി പോയി വെക്കുക അവിടെ അരക്കാണോ മുക്കാടിനാണോ ഗൈസ് അതിൽ ഇറങ്ങിയ ശേഷം വണ്ടി പോകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ നിന്നിട്ട്, പക്ഷേ ട്രെയിൻ കുറേ വൈകിട്ടാണ് പോയത്. ആ സമയത്തിൻ്റെ ഉള്ളിൽ അവിടുന്ന് വേറെ ട്രെയിൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന്. പിന്നെ നമ്മളെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് കായപ്പോക്കും നമ്മുടെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി. പിന്നെ നമ്മൾ വീണ്ടും പോയോണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് എത്തിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ സ്റ്റോപ്പാണ് നമുക്ക്. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ ഒരു ബസ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഇരുന്നതിന് ആ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വേഗം ഓടിപ്പോയാൽ ആ ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജുബി ഞാനും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് ബസ് കാണുന്നുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് ഓടുകയാണേ. ഇനിയിപ്പോൾ അത് പോയാൽ പിന്നെ നമ്മൾ കുറേ ടൈം കഴിഞ്ഞിട്ടാവും പിന്നെ സ്റ്റാൻഡിലേക്ക് എത്തുക. അപ്പോൾ അത് വിചാരിച്ച് ഓടുകയാണേ. ഇപ്പോൾ ഇത് നമ്മുടെ ബസ് അവിടെ കാണുന്നുണ്ട് കേട്ടോ, കണ്ടോ, ആ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കും. ബസ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓടി കയറി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചന്തക്കുന്ന് സ്റ്റേഷനിൽ പോയി ബസ് സ്റ്റോപ്പിൽ പോയി ഇറങ്ങണം. പിന്നെ അവിടുന്ന് എനിക്ക് ഇടവണ്ണക്കില്ല ബസ് കയറണം. ജുബിക്ക് പിന്നെ ഓളെ വീട് അവിടെ തന്നെ ആയതുകൊണ്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇതാ ബസ്സിൽ കയറിയിട്ട് പുറത്തേക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ, നമ്മൾ ഇറങ്ങി പോകുന്ന സ്ഥലങ്ങളാണ്. പിന്നെ നമ്മൾ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലെത്തി. ജുബി എന്നെ ബസ് കയറ്റിയതിന് ശേഷം അവൾ പോവാണ് കേട്ടോ, അത് അവൾ പോകണ കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.